എല്ലാവർക്കും നമസ്കാരം കേട്ടോ. വ്ളോഗ് തുടങ്ങിയിട്ട് ഇത് 53ാമത്തെ സ്റ്റോറിയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആലുവ കീഴ്മാടിലേക്കാണ്. അവിടെ മൺപാത്രം ഉണ്ടാക്കുന്നൊരു പോട്രി യൂണിറ്റ് ഉണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ. ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ കീഴിലുള്ള മൺപാത്ര നിർമ്മാണ യൂണിറ്റാണ് കേട്ടോ. എൻ്റെ പേര് ഷാജഹാൻ. ഞാൻ കീഴ്മാട് ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. 2003 മുതൽ പ്രസിഡൻ്റായി ഞാൻ വർക്ക് ചെയ്യുന്നു. കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ സമുദായ അംഗങ്ങളെ പുനരുദ്ധരിക്കുന്നതിനും അവരുടെ ജീവന ഉപാധി നിലനിർത്തുന്നതിനും വേണ്ടി 1943 കീഴ്മാട് വിവിധോദ്ദേശ സഹകരണ സംഘം എന്ന പേരിൽ സംഘം രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിട്ട് മാനാടത്ത് മക്കാർ പിള്ള എന്ന ആലുവയിലെ പ്രമുഖ വ്യവസായി ചുമതലയേൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. പിന്നീട് തുടർന്നങ്ങോട്ട് മൺപാത്ര നിർമ്മാതാക്കളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിംഗ് കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി നടന്നു വരികയും അതിനുശേഷം കീരമത്ത് രാമകൃഷ്ണപിള്ള എന്ന ആൾ ഇതിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘം ബാലാരിഷ്ടതകൾ കടന്ന് വളരെ നന്നായി മുന്നോട്ട് പോയി. 1980 വിവിധോദ്ദേശ സഹകരണ സംഘമായി രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘം കീഴ്മാട് ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘമായിട്ട് പുനർനാമകരണം ചെയ്യുന്നു. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ധനസഹായത്തോടെ പുതിയതായി മൺപാത്ര നിർമ്മാണ രംഗത്ത് ആവശ്യമായ വികസനം നടപ്പിലാക്കുന്നതിന് ബോർഡിൻ്റെ സഹായത്തോടു കൂടി സംഘം പ്രവർത്തനം ആരംഭിച്ചു. 1983 സംഘത്തിൻ്റെ കീഴിൽ ഒരു ഓട് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പതിയെ ഓട് നിർമ്മാണം പ്രതിസന്ധി നേരിട്ടപ്പോൾ ഈ ടൈൽ യൂണിറ്റ് ആരംഭിച്ച സ്ഥലത്ത് തന്നെ പരമ്പരാഗത രീതിയിലുള്ള മൺപാത്രം നിർമ്മിച്ച് ഒരു പരീക്ഷണം നടത്തുകയും എന്നാൽ അത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഏതാണ്ട് നമുക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റ് പരമ്പരാഗത വ്യവസായ സംഘങ്ങളെക്കാൾ നല്ലൊരു പ്രവർത്തിക്കുന്ന സഹകരണ സംഘവുമായി വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് മണ്ണായിട്ട് ചെറുപ്പം മുതലേ ഒരടുപ്പുണ്ടാവും. കുട്ടിക്കാലത്തൊക്കെ മണ്ണപ്പം ചുട്ടൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, സംശയമാണ്. മണ്ണ് പുരളുന്ന ജീവിതങ്ങളിലേക്കാണ് ഇന്നത്തെ സ്റ്റോറി എത്തി നോക്കണേ കേട്ടോ. ഇന്നിപ്പോൾ ഏതാണ്ട് 850ഓളം വരുന്ന അംഗങ്ങൾ ഈ സംഘത്തിലുണ്ട്. ഏതാണ്ട് 60ഓളം വരുന്ന നേരിട്ട് പണിയെടുക്കുന്ന തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മാർക്കറ്റിംഗ് നടത്തുന്നവരുൾപ്പെടെ ഏതാണ്ട് 10-200ഓളം പേർ ഈ സഹകരണ സംഘത്തിനെ ആശ്രയിച്ച് ജീവിച്ചു വരികയാണ്. ഇന്നിപ്പോൾ ഒരു ഇയറിൽ ഏതാണ്ട് 2.5 കോടി രൂപ വിറ്റുവരെയുള്ള സ്ഥാപനം അതിന് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിവർഷം 50 ലക്ഷത്തോളം രൂപ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. അംഗങ്ങൾക്ക് 25% ലാഭഭേദം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ സംഘം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഏതാണ്ട് 50ഓളം തൊഴിലാളികളുണ്ട്. അവർ ഗവൺമെൻറ് തൊഴിലാളികളാണ്. അവർക്ക് പ്രൊവിഡന്റ് ഫണ്ടും അതോടൊപ്പം തന്നെ ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ ഏതാണ്ട് കഴിഞ്ഞ ഇയറിൽ 19% ബോണസ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് മാതൃകപരമായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സംഘം നേരിടുന്ന ഇപ്പോഴുള്ള പ്രതിസന്ധി ഇതിൻ്റെ പ്രധാന ഉപോൽപ്പന്നമായ പ്രധാന അസംസ്കൃതമായ കളിമണ്ണ്. അത് മുൻകാലങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ പാടശേഖരയിൽ നിന്ന് ഖനനം ചെയ്ത് അത് വെച്ചാണ് മൺപാത്ര നിർമ്മാണം നടത്തിയിരുന്നത്. എന്നാൽ 2008 കേരള സർക്കാർ നടപ്പിലാക്കിയ തണ്ണീർത്തട സംരക്ഷണ ആക്ട് ഉള്ളതുകൊണ്ട് ഇന്ന് നമുക്ക് നെൽപ്പാടങ്ങൾ കുഴിച്ച് മണ്ണെടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അയൽ സംസ്ഥാനങ്ങളെയാണ് കളിമണ്ണിന് ആശ്രയിക്കുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വില കുറവിൽ ലഭിച്ചിരുന്ന മണ്ണ് അയൽ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വില 1 കിലോ എന്ന നിലക്ക് മണ്ണിൻ്റെ വില വർദ്ധിച്ചിരിക്കുകയാണ്. 1 കിലോ മണ്ണിന് 2 രൂപ 50 പൈസ വില കൊടുത്ത് അത് വാങ്ങിക്കൊണ്ടുവന്ന് അത് പാകപ്പെടുത്തി ഉൽപ്പന്നമാകുമ്പോൾ അത് മാർക്കറ്റിംഗ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. സംഘത്തിലാണെങ്കിൽ സ്വന്തമായിട്ട് ഏതോളം 5 ഏക്കറോളം വരുന്ന പാടശേഖരം മണ്ണെടുക്കുന്ന ആവശ്യത്തിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു തുള്ളി മണ്ണ് പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. സർക്കാർ പരമ്പരാഗത കൈത്തറി മേഖലയെ സംരക്ഷിക്കുന്നത് പോലെ പരമ്പരാഗത മൺപാത്ര മേഖലയെയും സംരക്ഷിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ മാത്രമേ പരമ്പരാഗത മൺപാത്ര നിർമ്മാണത്തോട് രക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ വിവിധ വീടുകളിൽ മൺപാത്ര നിർമ്മാണം നടത്തി അത് വിറ്റ് ജീവിച്ചിരുന്ന പലരും ഈ തൊഴിൽ നിർത്തി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പുതിയ തലമുറ
ഈ മേഖലയിൽ കടന്നു വരാൻ മടിക്കുന്നുള്ള പ്രധാന കാരണം ഇതിൻ്റെ അസംസ്കൃത ലഭ്യത കുറവാണ്. ഇപ്പോൾ ഉള്ള ആധുനികവൽക്കരണത്തിൽ വന്നിട്ടുള്ള അലൂമിനിയം പാത്രങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനുകളെല്ലാം അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ പലരും മൺപാത്ര ഉപയോഗത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൺപാത്ര മേഖല ഇപ്പോൾ നല്ല രീതിയിൽ വിജയിച്ച് വരാനുള്ള സാഹചര്യം വന്നപ്പോഴാണ് ഈ കളിമണ്ണിൻ്റെ ലഭ്യതയില്ലായ്മ വന്നിട്ടുള്ളത്. കിഴുമാട് ഖാദി ഗ്രാമ വ്യവസായ സംഘം സ്ഥിതി ചെയ്യുന്നത് കിഴുമാട് ഗ്രാമപഞ്ചായത്തിലാണ്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപനത്തിന് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഉണ്ട്. അത് കിഴുമാട് സൊസൈറ്റി പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് 300 മീറ്റർ മാറി മേക്കരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതാണ്ട് 2.25 ഏക്കറുള്ള സ്ഥലത്താണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നമ്മൾ നിലവിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സേവനം അവർക്ക് അതിനനുസരിച്ചുള്ള കൂലി കൊടുക്കാൻ കഴിയുന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. തൊഴിലാളികൾ സംതൃപ്തരാണ്. പണ്ട് കൈകൊണ്ട് നമ്മൾ ചക്രം കറക്കി മൺപാത്രം നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് നമ്മൾ ഇലക്ട്രിഫൈഡ് പോട്ടറി വീൽ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ കളിമണ്ണ് പാകപ്പെടുത്തുന്നത് മുൻകാലങ്ങളിൽ കാലുകൊണ്ട് ചവിട്ടി പാകപ്പെടുത്തുന്ന രീതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഹൈ സ്പീഡ് പക്കുമില്ല് ഉപയോഗപ്പെടുത്തി മണ്ണ് കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കി തീർത്ത് അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ കൂടുതൽ ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഉപഭോക്താക്കൾ ധാരാളമുണ്ട്. അതനുസരിച്ച് ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ ഈ സഹകരണ സംഘത്തെക്കുറിച്ച് അറിയാവുന്നവർ ഇവിടെ നേരിട്ട് വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. കൂടാതെ ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ മാർക്കറ്റിംഗ് നടത്തുന്ന ഏജൻറ്റുമാരുമുണ്ട്. അങ്ങനെ വലിയൊരു വ്യാപാര ശൃംഖല ഈ സംഘത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ മോഡലുകളിലേക്ക് മാറി പുതിയ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആധുനിക ട്രെൻഡിങ് ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഉപയോഗപ്രദമായിട്ടുള്ള ഫ്ലവർ വൈസും അതോടൊപ്പം തന്നെ മൺപാത്രങ്ങളുള്ള ആധുനിക ചട്ടികളും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിങ്ങിൽ പുതിയൊരു രീതി നമ്മൾ പ്രയോഗിച്ചു വരുന്നു. ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ടെറസ് ഗാർഡൻ പദ്ധതിയിൽക്കുള്ള ചെടിച്ചട്ടികൾ ഇന്ന് സംസ്ഥാനത്തെ വിവിധ കൃഷിഭവനുകളിലേക്ക് ഈ സഹകരണ സംഘമാണ് വിതരണം ചെയ്യുന്നത്. നല്ലൊരു ഓർഡർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഈ കഴിഞ്ഞ ടൈം മുതൽ ഗവൺമെൻറ് മൺചട്ടികൾക്ക് പകരം HDP പൈപ്പുകൾ ഉപയോഗിക്കാം എന്നൊരു പുറപ്പെടുവിച്ച അടിസ്ഥാനത്തിൽ പല കൃഷിഭവനുകളും വീണ്ടും പ്ലാസ്റ്റിക് ചട്ടിയിലേക്ക് വഴിമാറിയിട്ടുണ്ട്. അത് ഈ മേഖലയെ തകർക്കുന്നൊരു സമീപനമാണ്. അത് തിരുത്താൻ ആവശ്യമായി മന്ത്രിക്കുൾപ്പെടെയുള്ള നിവേദനങ്ങൾ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. അത് മാറ്റം കൊണ്ടുവരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഗവൺമെൻറ് അക്കാര്യത്തിൽ പ്ലാസ്റ്റിക് വേണ്ട എന്നുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ തന്നെ കൃഷിഭവനുകൾ മുഖാന്തരം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ വിതരണം ചെയ്യുന്നത് അത് നമ്മുടെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്നൊരു സംഭവമാണ്. അത് ഒഴിവാക്കേണ്ടതാണെന്ന് ഗവൺമെൻറ്റിനോട് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കിലോയ്ക്ക് തൂക്കി വാങ്ങുന്ന മണ്ണാണേ, പൊന്നും വിലയാണ്. മണ്ണിളക്കുന്ന കണ്ടില്ലേ, വെള്ളം ഒഴിച്ചിട്ട് കുഴയാൻ പാകത്തിലുള്ള പരുവത്തിലാക്കിയിട്ടാണ് മെഷീനിലേക്ക് ഇടുന്നത്. പിന്നീട് അങ്ങോട്ട് മെഷീനിലേക്ക് ഇട്ട് മണ്ണ് അരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. അത് പിന്നെ സോഫ്റ്റ് ആക്കിയിട്ട് ഇതേ കണ്ടില്ലേ, ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് മെഷീൻ നമുക്ക് തരുന്നത്. കണ്ടില്ലേ ഇവിടെ ചെറിയ ഷീറ്റുകളാക്കിയ മൺകഷ്ണങ്ങളൊക്കെ. ചതുരാകൃതിയിലുള്ള ചെടിച്ചട്ടി നിർമ്മിക്കാനുള്ള മോൾഡാണേ. അടിപൊളി കണ്ടുപിടുത്തം അല്ലേ?
അത്യധികം ക്ഷമ വേണ്ട പരിപാടി കേട്ടോ. കണ്ടില്ലേ, ഓരോ മൺഷീറ്റുകളും അതിനകത്ത് ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുന്നേ. ഓരോ പീസും ചേർത്ത് ബലത്തിൽ തന്നെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഓരോ കോർണറിലേക്കും ഒട്ടിച്ചെടുക്കാനുള്ള ഉരുട്ടലാണ്. നല്ല സമയമെടുക്കുന്ന പരിപാടി കേട്ടോ. ഓരോ സൈഡും ഓക്കെ ആയാൽ പിന്നെ മുകൾ വശത്തെ മണ്ണ് ഇതേ കണ്ടില്ലേ, നൂല് ഉപയോഗിച്ചത് ഇങ്ങനെ നീക്കം ചെയ്യും. എന്നിട്ട് കണ്ടില്ലേ, കംപ്ലീറ്റ് പോളിഷ് വർക്കാണ്. കൊള്ളാമല്ലേ? കറക്റ്റ് വെള്ളപ്പരുവം ചേച്ചിക്കറിയാം കേട്ടോ. വെള്ളം കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. ഇതാ അവസാനത്തെ മിനുക്ക് പണി കൂടിയാണ്. കണ്ടില്ലേ, ഉരുളൻ ചെടിച്ചട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് ഹെൽപ്പറായിട്ട് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ഒരാൾ മണ്ണൊക്കെ ഇടിച്ച് പരത്തിയിട്ട് പരുവത്തിലാക്കിയിട്ടാണ് പാത്രം നിർമ്മിക്കുന്നതൊക്കെ കൊടുക്കുന്നത്. മോട്ടോറിൻ്റെ കറക്കത്തിനനുസരിച്ചിട്ട് കൈകളൊക്കെ പ്രത്യേക രീതിയിൽ തള്ളിയും വിരലുകളൊക്കെ നീക്കിയും കൈക്കരുത്തിൽ ആ ചെടിച്ചട്ടി ഉണ്ടാവുന്നത് കേട്ടോ. ഇവർക്ക് ഒരു ദിവസം 100-ലധികം ചെടിച്ചട്ടികൾ ഉണ്ടാക്കും കേട്ടോ.
എൻ്റെ പേര് ശശി എന്നാണ്. എൻ്റെ വീട് ഇവിടെ കീഴ്മാട് തന്നെയാണ്. ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നിട്ട് എൻ്റെ ഒരു 25 വർഷത്തോളമായി. അതിനു മുമ്പ് ഇതിൻ്റെ പഴയ സ്ഥാപനമായ ഒരു സൊസൈറ്റി ഉണ്ട്. അതിൽ ഞങ്ങളുടെ കാരണന്മാരായിട്ട് അമ്മയും അച്ഛനും ഒക്കെ അവിടെ പണിയെടുക്കുന്ന വ്യക്തികളായിരുന്നു. അന്ന് ചെറുപ്പം മുതൽ ഇത് കാണുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഞങ്ങൾ വന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൈസ്കൂൾ ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പണിയിലേക്ക് ഇത്തിരി തൊട്ട് പണിയൊക്കെ പഠിച്ചു തുടങ്ങി. ഞാൻ അതിനു മുമ്പ് ഒരു നൂൽക്കമ്മിൽ ജോലി ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെടാനിട്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ്. ഇതിപ്പോൾ 25 വർഷത്തോളമായി. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതിലേക്ക് വന്ന് കയറിയ തൊഴിലാണിത്. മനസ്സിന് ഇഷ്ടമുള്ളൊരു തൊഴിൽ. മാതൃസ്ഥാപനമായൊരു സൊസൈറ്റി ഉണ്ട്. അതിൽ നിന്നാണ് ഒരു കമ്പനി തുടങ്ങിയത്. ഈ ചുറ്റുപാടുള്ള ഒരു 40 ആളുകളെ, സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ഉള്ളവരെ വിളിച്ചിട്ട് അവരുടെ ഷെയർ ആയിട്ട് എടുത്ത് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇത് കേരള ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘം ഒരു സൊസൈറ്റിയിലാണ് ഇത് കമ്പനി ആക്കിയത്. സൊസൈറ്റി ഇപ്പോഴും ഉണ്ട്. അത് അവിടെ ഒരു 3-4 കുടുംബക്കാരുടെ പണിയുന്നുണ്ട്. ഇവിടെ അന്ന് അപ്പോൾ ഇവിടെ തുടങ്ങിയത് ഓടും ടൈലായിരുന്നു. ഈ മേച്ചിലോട് ടൈലുകൾ. അതിങ്ങനെ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കച്ചവടം ഇല്ലാണ്ടായി. അപ്പോഴാണ് ഇവിടുത്തെ ഭരണാധികാരികൾ വിചാരിച്ച് എന്ത് ചെയ്തതിനും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഇതിൽ ഈ ചെടിച്ചട്ടി വ്യവസായത്തിലേക്ക് കടന്നു. പിന്നെ പൂർണ്ണമായിട്ട് ആ ഓടിൻ്റെ ടൈലിൻ്റെ പരിപാടി നിർത്തിവെച്ച് ചെടിച്ചട്ടിയിലേക്ക് ഞങ്ങൾ ഒരാളായിട്ടാണ് തുടങ്ങിയത്. പുറത്തുനിന്ന് ഞങ്ങൾ ഒരു 8 പേരോളം ഞങ്ങൾ പിന്നെ വീണ്ടും ഈ കമ്പനിയിലേക്ക് കൊടുന്ന് അങ്ങനെ തൊഴിൽ സ്ഥാപനം പിന്നെ നിലനിർത്തേണ്ട ഇതുകൊണ്ട് വന്നാറുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് സാധനം കൊടുക്കാനൊക്കെ ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മണ്ണാണ് ഇപ്പോൾ ഇവിടെ കിട്ടാത്ത ഒരു ഇപ്പോൾ തന്നെ മണ്ണെന്ന് പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ മണ്ണാണ്. 6 മാസം കൂടുമ്പോൾ മണ്ണ് തീരാൻ കണ്ട് 5-6 പ്രോസസ് ലോഡുകൾ വരും. വലിയ ലോഡ് വരും. ഒരു 10-12 ഒന്നിച്ച് വരും. സ്വന്തമായിട്ട് ഇതിന് പാടമുണ്ട്. 1.5 ഏക്കർ 2 ഏക്കറോളം പാടമുണ്ട്. അത് മണ്ണെടുക്കാൻ ഇവിടുത്തെ പരിസരവാസികൾ സമ്മതിക്കാത്ത കാരണം കൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ആ മണ്ണക്കാരൻ നല്ല സൂപ്പർ മണ്ണാണ്. ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഇതിൻ്റെ മേടിച്ചിട്ടാണ് പാടാണത്. അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അത് വെള്ളം വെച്ച് നനച്ചത് ഉറിച്ച് കഴിയുമ്പോൾ തട്ടിന്തലൊക്കെ ഉടയും. ഉടഞ്ഞു കഴിയുമ്പോൾ അത് അരിഞ്ഞെടുത്തിട്ട് മറ്റേ മിഷൻ കണ്ടിരുന്നില്ല, പക്മെല്ലെന്ന് പറയും. അതിലിട്ട് അരച്ചെടുത്തിട്ടാണ് ഈ മണ്ണ് ഈ പാത്രത്തിലാക്കി എടുക്കുന്നത്. ആ കട്ടയാണ് ഇവിടെ ഇവർ ഉരുട്ടി ഞങ്ങൾ ചട്ടി. അത് ഞങ്ങൾ വീട്ടിൽ പണിയുന്ന ആൾക്കാർ പണി കൈ കൊണ്ട്. പണ്ട് ഈ വേലല്ലായിരുന്നു കൊള്ളിയൊക്കെ ഇട്ട് കറക്കണത്. ഇതൊക്കെ മാറി ഇപ്പോൾ മിഷനിൽ ഇതൊക്കെ വന്നു. അപ്പോൾ ഉൽപ്പാദനവും കൂടിയത്. 8 പേര് പ്രൊഡക്ഷനിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ബാക്കിയുള്ള ഹെൽപ്പറുകളും മറ്റുള്ള ചൂളയും മറ്റുള്ള കാര്യങ്ങളും. 6 മുറി ചൂളയാണത്. അപ്പോൾ ഒരു മുറിയിൽ ഏതാണ്ട് ഒരു 500 ചട്ടിയോളം കയറും. 500 പീസ് കയറും. അതിങ്ങനെ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റി കഴിഞ്ഞൊരു 3-ാം ദിവസം തീ കൊടുക്കുള്ളൂ. ഇന്ന് കയറ്റ മുറി 3 ദിവസം കഴിഞ്ഞായിരിക്കും അത് ഉപയോഗിക്കേണ്ട സമയം. ഈ ചൂട് കൊണ്ട് അതൊക്കെ ഒന്ന് വലിഞ്ഞ് മുറിക്കൊണ്ടിരിക്കും. നമ്മുടെ ചൂളയല്ല അത്. ജർമ്മനിക്കാർ കണ്ടെത്തിയാണ് ചൂള. ഓടിന് വേണ്ടിയിട്ട് കൊടുന്ന ചൂളയാണ്. അതുകൊണ്ടാണ് ഈ ചൂളയിൽ വേകുമ്പോൾ ചട്ടിക്ക് നല്ല ഉറപ്പുള്ളതാണ്. മറ്റുള്ള കമ്പനിയിലുള്ള ചട്ടികൾക്കൊന്നും ഇത്ര ഉറപ്പുണ്ടാവില്ല. ഓട് വേവിക്കണ ഇതനുസരിച്ച് വേവിക്കണം. ഓടിൻ്റെ വേവാണ് ഇതിനും വേവണത്. കുശവെന്നും പറയും, വേളാമെന്നും പറയും. അത് കൂടാണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങളോട് ഈ ഹിന്ദിക്കാർ പിള്ളേരെ ഒറീസയെന്നൊക്കെ പിള്ളേർ വന്നിട്ടുണ്ട്. അവർക്ക് ഇതിൽ അറിയാവുന്നവരൊക്കെ ഞങ്ങളിവിടെ നിന്നിട്ട് ഇപ്പോൾ പണി പഠിച്ചു വരുത്തുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഭാഗത്ത് നിന്ന് തന്നെ ആരും അങ്ങനെ ഇതിലേക്ക് വന്നില്ല. ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു 10,000 പേരോളം 1,500 പേരോളം ഈ തൊഴിലും ഇതിനോട് ഉപജീവനം കഴിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലൊക്കെ അതിന് കൂടുതൽ ആൾക്കാരുണ്ട്. എന്നെ കാണാൻ വേണ്ടി വന്നതാ. ചായ കുടിച്ചു കുടിച്ചിട്ടൊന്നും. അതെ. അത് മണ്ണ് മര്യാദയ്ക്ക് കിട്ടണം നമുക്ക്. അതുപോലെ നമുക്ക് മണ്ണ് എടുക്കാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ പാടശേഖരങ്ങളിൽ നിന്ന് മണ്ണ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം നമുക്ക് വിജയിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പുറത്തുനിന്നാണ് നമ്മൾ മണ്ണ് കൊണ്ടുവരുന്നതും എടുക്കുന്നത്. വന്യായ ഭയങ്കര വിലയ്ക്കാണ്, ചാർജിനാണ് നമ്മൾ ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് സംഘം. അതിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ തന്നെ നമുക്ക് സ്വന്തം പാടങ്ങളിൽ നിന്ന് കമ്പനിക്ക് പാടമുണ്ട്, അവിടെ നിന്ന് എടുപ്പിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് വിപണിയിൽ നമുക്ക് വില കുറച്ച് കൊടുക്കാനും സാധാരണക്കാർക്ക് വെറ്റഴിക്കാനും പറ്റാവുന്ന രീതിയിലാവും. നമ്മൾ ഈ മൺചട്ടിയൊക്കെ വാങ്ങുമ്പോഴേ എത്ര അധികം ആളുകളുടെയൊക്കെ അധ്വാനമാണെന്നറിയും. ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ചൂള കത്തിക്കാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് വിറക് ശേഖരണമാണല്ലോ. വലിപ്പമുള്ള വിറകാണെങ്കിൽ ഇതുപോലെ പീസുകളാക്കണം കേട്ടോ. ഓ, ഈ
അയ്യോ എന്നാ ചൂടാണെന്നറിയോ. ആദ്യം ചുട്ടെടുത്ത ചൂടേര കനലാണ്. നിങ്ങളിലേക്ക് പിന്നീടുള്ള കാഴ്ചകൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ക്യാമറ അകത്തേക്ക് കയറ്റിയാൽ പിന്നെ കിട്ടത്തില്ല. കാരണം അത്രയധികം ചൂടത്ത് ക്യാമറ ഉരുകിപ്പോയി. കണ്ടില്ലേ, അറക്കകത്ത് ഒരാളെ കാണാൻ പറ്റൂ. ഭയങ്കര ചൂടാണ് കേട്ടോ. പുറമേ നിന്ന് ഫാനൊക്കെ ഇട്ടുകൊടുത്തിട്ടൊക്കെ ഉണ്ട്. ചൂടിനൊരു ചെറിയൊരു ശമനം കിട്ടുമായിരിക്കും. കറുത്ത ചട്ടികൾക്ക് നിറം കൊടുക്കുന്ന കിടങ്ങുകളാണ്. ഈ കിടങ്ങുകളിലൊക്കെ ചട്ടികൾ അടക്കി വെച്ചതിന് ശേഷം പുക എങ്ങും പുറത്തു പോകാതെ അടച്ചു വെച്ചിട്ട് അതിൻ്റെ നിറമാണ് കിട്ടുന്നത്. പെറുക്കിയും അടുക്കിയും മണ്ണുൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായിട്ടിതാ ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. കീട് ഐറ്റംസാണ്. ചട്ടികൾ മാത്രമല്ല, പല ടൈപ്പിലും പല ഷേപ്പിലുമുള്ള അലങ്കാര സംഭവങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ്. പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ, ഇവിടെയുണ്ട്. ഇതാണ് ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ ഓഫീസ് കേട്ടോ. മൂന്നാല് കുടുംബങ്ങൾ ഇവിടെ പരമ്പരാഗത രീതിയിൽ തന്നെ പുതിയ ചക്രമൊക്കെ വെച്ച് കറക്കി മൺപാത്രങ്ങളിൽ വിസ്മയം ഒരുക്കുന്നുണ്ടേ. ഇവിടെ കാണുന്ന ഓരോ പാത്രവും ഓരോ കൈയും ഓരോ കഥകളാണ് പറയുന്നത്. ചെടിച്ചട്ടികൾ നിസ്സാരക്കാരല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. മണ്ണിൻ്റെയൊക്കെ മണം അറിഞ്ഞ് മണ്ണ് പറ്റിയ കൈകളിൽ ജീവിതം അഴുക്ക് പുരളാതെ തളരാതെ യാത്ര തുടരുന്നവരാണ്. വേർപ്പിൻ്റെയും സ്വപ്നങ്ങളുടെയും വിലയുണ്ട് നമ്മുടെ വീടുകളിൽ കാണുന്ന ചെടിച്ചട്ടികൾക്ക്. ചട്ടികളിൽ വസന്തം നിറയട്ടെ അല്ലേ. പൈതൃകം ചേർത്ത് വയ്ക്കുന്ന കീഴ്മാടിൻ്റെ മൺചട്ടി കലാവൈഭവത്തിന് മുമ്പിൽ ഇന്നത്തെ സ്റ്റോറി സമർപ്പിക്കുന്നു.